ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞ് ഓണം ഇങ്ങോട്ട് എത്തിയല്ലേ. അപ്പോ ഓണമാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഐറ്റമാണ് പായസം അല്ലേ. പായസത്തിൽ തന്നെ നമ്മൾ കുറേ വെറൈറ്റി പായസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാ തരം പായസങ്ങളും ജീനാസ് വേൾഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ്. ഞാൻ ഇപ്രാവശ്യം ഓണത്തിന് ഈ ഒരു പായസം ട്രൈ ചെയ്തേക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളും കൂടി ഉണ്ടാവില്ലേ? അപ്പോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടി വെച്ചിട്ട് ഒരു പായസമാണ് കേട്ടോ. മറ്റേ നമ്മൾ ചക്ക പായസം ഉണ്ടാക്കുമ്പോൾ ചക്ക വരട്ടി അല്ലെങ്കിൽ ചക്ക മാത്രം യൂസ് ചെയ്തിട്ടാണ് പായസം ഉണ്ടാക്കല്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഞാനിവിടെ വേറൊരു ഇൻഗ്രീഡിയന്റും കൂടി ചേർത്തിട്ടാണ് ചക്ക പായസം ഉണ്ടാക്കുന്നത്. അന്നേരം വേറൊരു ലെവലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാതെ ഈ പായസം ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പൊ ഞാൻ ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഞാനിവിടെ നെയ്ച്ചോറിന്റെ അരിയാണ് എടുത്തിട്ടുള്ളത്, എന്നുവെച്ചാൽ കൈമ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഈ തരക്കലരി അല്ലെങ്കിൽ തരക്കിയരി എന്നെല്ലാം നമ്മൾ കണ്ണൂർ അങ്ങോട്ടെല്ലാം പറയും. എന്നുവെച്ചാല് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ആ നെല്ല് വെച്ചിട്ട് അരി തരക്കി എടുത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ലൈറ്റ് ഒരു പിങ്ക് കളറുള്ള ഷെയ്ഡുള്ള ഒരു അരി ഉണ്ടല്ലോ, ആ അരി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നെയ്ച്ചോറിന്റെ അരിയെല്ലാം ആയിരിക്കും. അപ്പോൾ ആ നെയ്ച്ചോറ് വെക്കുന്ന അരിയെല്ലാം ആയിരിക്കും. അപ്പൊ ആ അരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരക്കലരി അവൈലബിൾ അല്ലെങ്കിൽ ഈ നെയ്ച്ചോറ് വെക്കുന്ന അരി യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അടിപൊളി പായസം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിവിടെ ചക്ക പായസം, ചക്ക അരി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചക്ക വരട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങൾ ഇപ്പം വീട്ടിലെ ആൾക്കാരുടെ അളവ് അനുസരിച്ചിട്ട് നിങ്ങൾ കൂട്ടവും കുറക്കെല്ലാം ചെയ്യാം. എത്രത്തോളം ചക്ക വരട്ടി ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പം ചക്ക വരട്ടി എടുത്തിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിന്റെ അരി വേവിച്ചെടുത്തതാണ്. ഇത് ഞാനൊരു 2 പിടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു അര ഗ്ലാസ് അരി ഉണ്ടാവും, അത് വേവിച്ച് വെച്ചതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ചക്കപ്പായസം ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അത്ര ഈസിയാണ്, എന്നാൽ ഒട്ടും ടേസ്റ്റിന് കുറവില്ലാതെ ഒരു അടിപൊളി പായസമാണ്. അപ്പോ അങ്ങനെ വേവിച്ച് വെച്ച നല്ല നെയ്ച്ചോറിന്റെ അരിയാണ്. നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചക്കപ്പായസത്തിന് വേണ്ടുന്ന ഒരു സാധനമാണ് ശർക്കര. ഞങ്ങളുടെ വെല്ലം, നമ്മൾ കണ്ണൂര് വെല്ലം എന്നാ പറയാ. ശർക്കര എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 200 ഗ്രാം, ഒരു 4 അച്ച് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഉരുക്കി അരിച്ചു വെച്ച ശർക്കര പനിയാണ് കേട്ടോ, അതും വേണം. പിന്നെ ചക്കപ്പായസത്തിന് എന്തായാലും തേങ്ങാക്കൊത്ത് വേണം. പിന്നെ നമുക്ക് പായസത്തിന് വേണ്ടുന്നത് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ചുക്കുപൊടി നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ചുക്കുപൊടിയും കൂടി ചേർക്കാം, നല്ല ടേസ്റ്റ് കൂടും. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. പിന്നെ വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു തേങ്ങേന്റെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 2ാം പാല്, ഇത് 1ാം പാല്. അപ്പൊ നമുക്ക് സാധനങ്ങളെല്ലാം റെഡിയായി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് ചക്ക അരി പായസം ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചക്ക അരി പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പായസം എല്ലാകുമ്പോൾ നമ്മൾ ഉരുളിയിലാക്കുമ്പോൾ ഒരു നല്ല ഓണം വൈബ് വരും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉരുളി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഉരുളിയിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ഒരു 200 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉരുക്കി അരിച്ചു വെച്ച ശർക്കരയാണ്. ഇനി ഈ ശർക്കര പാനിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചക്കവരട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചക്കവരട്ടി ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചതാണ്, അതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് ചക്കവരട്ടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കവരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വെല്ലവും ഏലക്കായും ചുക്കുപൊടിയും ജീരകപ്പൊടിയും എല്ലാം ചേർത്തിട്ട് നെയ്യും എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചക്കവരട്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എളുപ്പമാണ്. ഇതെല്ലാം ഒന്ന് യോജിച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ ചക്കവരട്ടി കുറച്ച് കട്ടിയായിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ മെൽട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ചക്കവരട്ടിയെല്ലാം ഇതിനോട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതില് കട്ടിയൊന്നുമില്ല, നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചക്ക പായസം ഉണ്ടാക്കുമ്പം കുറച്ച് ഇങ്ങനെ അരി കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ,
അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ചക്കവരട്ടീനെ കൊണ്ട് മാത്രം ചക്കപ്പായസം ഉണ്ടാക്കിയാൽ നമുക്ക് ഒന്നും അതിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടേ. അപ്പോ ഞാൻ ചക്കവരട്ടീനെ കൊണ്ട് മാത്രം പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നിയത് ഇങ്ങനെയാക്കുമ്പോഴാണ്. എന്നുവെച്ചാല് നമുക്ക് കുറച്ച് കടിക്കാനെല്ലാം കിട്ടും, പിന്നെ വേറൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പായസം ഉണ്ടാക്കാതെ ഒരിക്കലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്ത പെട്ടെന്ന് റെഡി ആയിക്കണ്ട, നമ്മൾ ഇട്ടുകൊടുത്ത അരിയും ചക്കവരട്ടിയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 2ാം പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇനി 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഈസിയാണ്. ചക്കവരട്ടി ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള ഒരു പായസമാണ്. ചക്കവരട്ടി ഉള്ളവരെല്ലാം ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കണേ. ഇപ്പൊ ചക്കവരട്ടിയെല്ലാം നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചക്കവരട്ടിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് നെയ്യും ഏലക്കായും ജീരകവും അതെല്ലാം ചേർത്തിട്ടില്ല നമ്മൾ ചക്കവരട്ടി ഉണ്ടാക്കുക. പിന്നെ നല്ല നമുക്ക് എൻ്റെ അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല വരിക്ക ചക്കനെ കൊണ്ട് ഉണ്ടാക്കിയ ചക്കവരട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. കുറെ നമ്മളങ്ങനെ കഴിച്ചായിരുന്നു. ചക്ക പായസം ഉണ്ടാക്കി, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി. അപ്പൊ ചക്കവരട്ടി ഉള്ളവര് എന്തായാലും ട്രൈ ചെയ്യാം. ഇല്ലാത്തവര് മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടെങ്കിലും ഒരിക്കലെങ്കിലും ഈ പായസം ഉണ്ടാക്കി നോക്കണേ. ഓണത്തിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള പായസമാണ് കേട്ടോ. ഇനി നമ്മൾ ഒഴിച്ച 2ാം പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ 2ാം പാൽ ഒഴിച്ചിട്ട് ചക്കേരി പായസം ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു തേങ്ങേന്റെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1ാം പാൽ ഒഴിച്ചിട്ട് പായസം നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ കേട്ടോ. ഞാൻ തിളപ്പിക്കുന്ന സമയത്ത് പായസം ഒന്നും അങ്ങനെ പിരിഞ്ഞു പോയില്ല. ചില ആൾക്കാർ പറയുന്നേക്കാം പായസം പിരിഞ്ഞു പോകും, പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് ഒരു ഇഷ്യൂ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനേതായാലും തിളപ്പിക്കുന്നുണ്ട്. 1ാം പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവര് തിളപ്പിക്കണ്ട കേട്ടാ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയം നമ്മൾക്ക് പൊടിച്ചു വെച്ച ജീരകവും ഏലക്കായന്റെയും ചുക്കുപൊടിന്റെ എല്ലാം മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലല്ലേ പായസമാവുമല്ലോ. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു മണം വരും കേട്ടോ. ആഹാ, എന്നാ മണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ചക്ക അരിപ്പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ, എങ്ങനെയുണ്ടെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറും ചക്കപ്പായസം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ പായസം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്ന ലെവലല്ല, വേറൊരു ലെവലാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചക്ക വരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ചക്ക വരട്ടി വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ചക്ക അടി ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, അതുപോലെ ചക്ക അരിയും കൂടിയിട്ട് പായസം ഉണ്ടാക്കാം. വേണമെങ്കിൽ വെറുങ്ങനെ നമുക്കിപ്പം ദോശയെല്ലാം കഴിക്കുന്ന സമയത്ത് നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് അത് കൂട്ടിയിട്ടും കഴിക്കാം. നമ്മൾ കണ്ണൂർ ഇങ്ങോട്ടെല്ലാം ഈ അരച്ചപ്പാടി ഇടുന്ന ദോശയില്ലേ, നീർദോശ എന്നെല്ലാം പറയുന്നത്, അതിന്റെ കൂടി ഈ ചക്ക വരട്ടി കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്തിന് നമ്മൾ ബ്രെഡ് കഴിക്കുന്ന സമയത്തും കൂടി ഈ ജാമിന് പകരം ഇത് കൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ 1ാം പാൽ ഒഴിച്ചിട്ട് പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ മധുരെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പായസത്തിന് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നല്ല നെയ്യ് ഇട്ട് കൊടുക്കും കേട്ടോ. നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതേ സമയം തന്നെ അതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് എന്തായാലും ഈ പായസത്തിന് ഇട്ട് കൊടുക്കണേ. ഇടയ്ക്ക് തേങ്ങാക്കൊത്തും കടിക്കുമ്പോഴാണ് ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.
അപ്പൊ എല്ലാരും ഈ ഓണത്തിന് ഈ പായസം ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഓണത്തിന് സദ്യന്റെ എല്ലാ ഐറ്റംസും ജീനാസ് വേൾഡിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോ കാണാത്തവരെല്ലാം ഒന്ന് പോയിട്ട് നോക്കണേ. അറിയാത്തവര് അത് നോക്കിയിട്ട് ഉണ്ടാക്കൂലേ ഇപ്രാവശ്യം സദ്യയെല്ലാം. എന്നിട്ട് എന്നോട് കമന്റ് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന സദ്യയിലെ എല്ലാ ഐറ്റംസും ഞാൻ ജീനാസ് വേൾഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാറ്, കൂട്ടുകറി, അവിയല്, ഓലൻ, പച്ചടി, നാരങ്ങക്കറി എല്ലാം ഉണ്ട്. അപ്പൊ ആ വീഡിയോസ് എല്ലാം കാണാത്തവരൊന്ന് കാണണേ. എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഇട്ടുകൊടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങ പെട്ടെന്ന് വീർത്തി വരും. ഞാനിത് മുന്തിരിങ്ങ ഒന്ന് കഴുകിയിട്ടിട്ടത് കൊണ്ടാണ് അത് പൊട്ടിത്തെറിയട്ടാം. മുന്തിരിങ്ങയിലൊന്ന് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് സേഫ്. അപ്പോൾ ഞാനെപ്പോഴും കഴുകിയിട്ടാണ് ചേർത്ത് കൊടുക്കല്. അണ്ടിപ്പരിപ്പായാലും മുന്തിരിങ്ങയായാലും ഒന്ന് കഴുകും. അപ്പോൾ കണ്ട മുന്തിരിങ്ങ പെട്ടെന്ന് വീർത്ത് വന്നില്ലേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇത് നേരെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നേരെ നമ്മളെ ചക്ക അരിപ്പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി വറുത്തിട്ട് കൊടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും എല്ലാം നന്നായിട്ട് പായസത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, കാണാൻ തന്നെ എന്നാ ഭംഗി, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോ ഇതുപോലെ ചക്കപ്പായസം ഉണ്ടാക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോ ഈ ഓണത്തിന് എന്തായാലും ഈ ചക്കപ്പായസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചക്കപ്പായസം കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.